എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.kannur.ac.in/UGADM 2024/index.php എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ വെരിഫിക്കേഷൻ കോഡ്, അതായത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കാണാം, അതാണ് വെരിഫിക്കേഷൻ കോഡ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു കോഡ് മാറ്റമായിരിക്കും. അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്താണോ കാണുന്നത് അത് കറക്റ്റായിട്ട് ആ ഒരു നമ്പേഴ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ നാളെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ ലിങ്ക് ലിങ്ക് അവിടെ തയ്യാറായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് അവൈലബിൾ ആവാത്തത്. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് നാളെയും ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കാതെ വരികയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി വിദ്യാർത്ഥികൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതികൾ അറിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഇമെയിൽ ID നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഇമെയിൽ IDയിൽ മെയിൽ അയച്ചാൽ മതി. അതായത് ഒരു മെയിൽ അയക്കാനുള്ള ID എന്ന് പറയുന്നത് UGSWS@kannuruni.ac.in എന്ന ഇമെയിൽ മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പരാതികൾ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതും ആണ്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെ മാൻഡേറ്ററി ഫീസ്, അതുപോലെ തന്നെ ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾ SC ST വിഭാഗക്കാരാണെങ്കിൽ 925 രൂപയും ബാക്കിയുള്ളവർക്ക് 990 രൂപയുമാണ് ഫീസ് വരിക. ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച മാൻഡേറ്ററി ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ് റിലീസ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് അടച്ച ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കോളേജിൽ പ്രവേശനത്തിന് ഹാജരാവേണ്ടതാണ്. 11/7/2024 തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം എടുക്കേണ്ടതാണ്. മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ ഫീസ്, അതായത് മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ഈ ഒരു ജൂലൈ 11 തീയതി വരെയാണ് അഡ്മിഷനും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റും ഉണ്ടായിരിക്കുക. അതിനുശേഷം പിന്നീട് 12 തീയതി, അതായത് ജൂലൈ 12 തീയതി മുതൽ SC ST PWBD വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടാണ് ഫ്രഷ് ആപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ 12 തീയതി മുതൽ 14 തീയതി വരെയാണ് SC ST PWD വിഭാഗത്തിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂലൈ 15 തീയതിയും അതിനുശേഷം അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 17 തീയതി വരെ ഫീ പേയ്മെൻറ്റും അതിനുശേഷം കോളേജിൽ അഡ്മിഷൻ നേടുന്നതിനും സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് അതിനുശേഷം ഈ ഒരു സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ, അതായത് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷന് SC ST വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് കോളേജുകളിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അത് 18 തീയതി മുതൽ 19 തീയതി വരെയാണ് ജൂലൈ. അതുപോലെ തന്നെ അതിനുശേഷം ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് SC ST വിദ്യാർത്ഥികൾക്ക് കോളേജ് ലെവൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്, അതായത് ഈ ഒരു സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഫോർ ഓൾ കാറ്റഗറീസ് ഇൻക്ലൂഡിങ് SC ST വിദ്യാർത്ഥികൾക്ക്, അതായത് എല്ലാ കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും, അതായത് SC ST വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്പോട്ട് അഡ്മിഷനാണുള്ളത്. അതായത് ഇവിടെ ആദ്യം നടക്കുന്നത് SC ST PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് 12 തീയതി മുതൽ 14 തീയതി വരെ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതായത് ഫ്രഷ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതിനുശേഷം പിന്നീട് SC ST PWD വിഭാഗത്തിലുള്ളവർക്ക് ഈ ഒരു 15 തീയതിയാണ് അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15 തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ആ ഒരു അഡ്മിഷൻ നേടാനുള്ള അവസരമുണ്ട്. അതിനുശേഷം പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ് നടക്കുക. അതിനുശേഷം ഓൺലൈനായിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ അതായത് നടക്കുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആ ഒരു കാര്യമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും നിങ്ങൾക്ക് താല്പര്യമുള്ളതല്ല നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോഴ്സ് ഏതാണ്, ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യത, അത് മനസ്സിലാക്കി ആ ഒരു കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും അടക്കം എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ജൂലൈ 18 മുതൽ 19 തീയതി വരെയാണ് ഉള്ളത്. ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ SC ST വിഭാഗക്കാർക്ക് ഉൾപ്പെടെ, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അതിനുശേഷം 23 തീയതിയാണ് ഈ ഒരു കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്.
അതായത് 18-ാം തീയതി മുതൽ 19-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷനാണ്. അതായത് എല്ലാ കാറ്റഗറിയിലും, അതായത് SC ST വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും 18 മുതൽ 19 വരെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ, അതായത് റാങ്ക് ലിസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ പ്രസിദ്ധീകരിച്ച് അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് പോയിട്ട് 23-ാം തീയതി അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അവിടെ ആ ഒരു സമയത്ത് നിങ്ങളുടെ റാങ്ക് ബേസിൽ നിങ്ങളെ വിളിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീടും ഈ ഒരു രീതിയിൽ സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നുണ്ട്. അതിനുള്ള രജിസ്ട്രേഷൻ ജൂലൈ 24 മുതൽ 25 വരെയാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജ് ലെവലിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് വരികയും അതിനുശേഷം 26 മുതൽ 27-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയിട്ട് സെൽഫ് ഫിനാൻസ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇനി നടക്കുന്നത് SC ST വിദ്യാർത്ഥികൾക്ക് അതുപോലെ PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള അലോട്ട്മെൻറ്റും, അതായത് ആ ഒരു പുതുതായിട്ട് അവർക്ക് മാത്രം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് 18 മുതൽ 19 വരെയാണ് എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും, അതായത് SC ST അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ, അത് സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.